ഹലോ. ഞാൻ ഈ അടുത്ത കുറച്ച് ആഴ്ചകളായിട്ട് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എനിക്ക് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് ചാനൽ ബേസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ബട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് പോന്നു. മേ ബി ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ട് ഉള്ളൊരു തീം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ മൊബൈൽ നോക്കുമ്പോൾ 2 സബ്സ്ക്രൈബേഴ്സ് ബോട്ടുകളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. നിങ്ങൾ ആരോ 2 പേര് ഞാൻ പറയുന്ന എന്തൊക്കെയോ പുലമ്പലുകൾ കേൾക്കാൻ അവർക്കിഷ്ടമാണെന്ന് ഉള്ളൊരു തോന്നൽ കുറച്ച് സന്തോഷം തരുന്നതാണ്. ശരിക്കും ഞാനിത് തുടങ്ങിയത് എൻ്റെ സ്വയം എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് തന്നെ ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മേ ബി നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു സംഗതിയിലേക്ക് ഇത് വഴിതിരിഞ്ഞ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് റാൻഡമായിട്ട് എന്തോ ചില കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയൊരു ലൊക്കേഷനിലാണ്. 2 മാസത്തോളമായി എന്ന് തോന്നുന്നു. 2 മാസത്തോളം ആകാറായി ഞാൻ പുതിയ സ്ഥലത്ത് കയറിയിട്ട്. പക്ഷെ അവിടെ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പം. വളരെ ഹെക്റ്റിക്കാണ്. ഞങ്ങൾ പ്രീവിയസ്ലി ചെയ്ത ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് മിനിമം ഒരു 5-6 പേരെങ്കിലും കാണും. ഒരു ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് എല്ലാവരും ചെയ്യണമെന്ന് ഇവിടെ ഈ പുതിയ സ്ഥലത്ത് അവർ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് തോന്നി. ആൻഡ് ഓൾസോ പല കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇലക്ട്രോണിക്സ് ഒന്നും വലിയ വശമില്ല. പക്ഷേ അതുപോലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ എക്സലിൽ വളരെ വീക്കാണ്. എക്സൽ PPT ചെയ്യുന്നതിൽ വളരെ വീക്കാണ്. ഈ ഒരു IT ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ എക്സൽ ഷീറ്റിൽ ഉള്ള പ്രാവീണ്യം, പിന്നെ PPT ചെയ്യാനുള്ള അറിവ്. ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ IT ഫീൽഡ് പിടിച്ചിരിക്കാം, ഏത് ഡൊമൈനാണെന്നുണ്ടെങ്കിലും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇങ്ങനെയുള്ള ഈവൻ കെമിക്കൽ പോലും ഇങ്ങനെയുള്ള കോർ എഞ്ചിനീയറിംഗ് സ്ട്രീംസിന് ഇപ്പോൾ IT ഫീൽഡിൽ നല്ല ഡിമാൻഡുണ്ട്. നിങ്ങൾക്കൊരു 10-15 വർഷത്തിനുള്ളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. IT ഇൻഡസ്ട്രി പല ടോപ്പ് കമ്പനീസും നിങ്ങളെ തന്നെ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആ സ്റ്റേറ്റിലായിരുന്നു. ഞാനൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലായിരുന്നു. ശമ്പളം വളരെ കുറവാണ്. പക്ഷേ ഞാനന്ന് വിചാരിച്ചിരുന്നില്ല എനിക്കൊരു ഇങ്ങനത്തെ ഒരു IT കമ്പനിയിലേക്ക് കയറി പറ്റാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ നോക്കിയിട്ട് പോലുമില്ല. ഞാൻ ശ്രമിച്ചിരുന്നു 1-2 തവണ മറ്റ് ചെറിയ മെക്കാനിക്കൽ ബേസ്ഡ് കമ്പനീസിൽ ജോലിക്ക് ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല. അപ്പോൾ പോലും ഞാനത് കരുതിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. നിങ്ങൾക്കും അങ്ങനെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു സജഷൻ. മേ ബി അതിനെക്കുറിച്ചും 1-2 വീഡിയോസ് ഞാൻ ചെയ്യാം ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഇതിന് പ്രീവിയസ്ലി ഡിസംബർ വരെ ചെയ്ത പോലെ അല്ല, ഇപ്പോൾ ഇത്തിരി ഹെക്റ്റിക്കായിട്ടാണ്. അപ്പോൾ മനസ്സിൽ ചില തോന്നലുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ. ഇടയ്ക്ക് തോന്നും വീണ്ടും മാനുഫാക്ചറിങ്ങിലേക്ക് പോയാലോ, ശമ്പളം കുറവാണെന്നുണ്ടെങ്കിൽ. നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ
ജോലിയെക്കുറിച്ച് അങ്ങനെ മോശം അങ്ങനെ ഒന്നും പറയാനില്ല. നല്ല മാനേജറാണ്, നല്ലൊരു ടീമാണ്, ലൊക്കേഷനും കൊള്ളാം. എൻ്റെ ആകെയുള്ള പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ദൂരവും പിന്നെ യാത്രയ്ക്കുള്ള സമയമാണ്. ഒരു ദിവസം 4-4.5 മണിക്കൂറാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. നേരത്തെ മെട്രോയിലായിരുന്നു യാത്ര. അപ്പോൾ ഇത്ര ഹെക്റ്റിക് അല്ലായിരുന്നു, സ്ട്രെസ്ഫുൾ അല്ലായിരുന്നു. ഒരു പുസ്തകമൊക്കെ വായിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ പിന്നെ ഇത്തിരി നടക്കാനുമൊക്കെ ഉള്ളൊരു ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ഞാൻ നടക്കുമായിരുന്നു ഡെയിലി. ഇപ്പോൾ അതൊന്നുമില്ല. അവരുടെ ടി വരും, കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുലുങ്ങി 2 മണിക്കൂർ ഓൾമോസ്റ്റ് ഒരു സൈഡ് ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇടതുവശത്ത് ഇടുപ്പിൽ ഒരു പിടുത്തവും ഒരു വേദനയൊക്കെ, ഓൾമോസ്റ്റ് ഡെയിലി സ്ട്രെസ്ഡാണ്. എസ്പെഷ്യലി തിങ്കളാഴ്ചയിലാണ് കൂടുതൽ സ്ട്രെസ്സ്. അങ്ങനെ ഇപ്പോൾ 1-2 തവണയായിട്ട് ലീവ് എടുത്തു. ഞാൻ വേറെ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. തിരിച്ച് മെക്കാനിക്കലിലേക്ക് തന്നെ വരണമെന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് ഇങ്ങനെ തുടരുന്നു. വീണ്ടും ആ 2 സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ബോട്ടുകളല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയാം. ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.